ഹലോ, KPCC ഓഫീസല്ലേ? ആ, ഞാൻ വെറും ഒരു പ്രജ. പിന്നെ പറയാൻ വന്നത് ചെല്ല, നിങ്ങള് തെരഞ്ഞെടുപ്പിന് ചെന്നു 102 സീറ്റ് നിങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ എല്ലാവരും കൂടെ ഇട്ടതാണെന്ന് ഓർമ്മ വേണം. നിങ്ങൾ അണികൾ മാത്രം, ഇപ്പൊ എങ്കിലാ വിളിക്കുന്ന അണികൾ മാത്രം ഇട്ടതല്ലെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. നിഷ്പക്ഷമായ ജനങ്ങൾ എല്ലാവരും കൂടെ സഹിയിട്ട് പുറത്ത് നിങ്ങൾക്ക് വോട്ടിട്ട് തന്നതാണെന്ന് നിങ്ങൾ ഓർമ്മ വേണം. ആരുവാ ചോദിക്കാനാ? ഞാൻ പറഞ്ഞില്ലയോ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു പ്രജയാണെന്ന്? കൂടുതൽ ഡയലോഗ് പറയാതെ ഞങ്ങൾ പറയണ കേൾക്കി. നിങ്ങൾ അണികൾ മാത്രം, ചില അണികൾ മാത്രം പറയണത് കേട്ടാ പറ്റില്ല. പറയട്ടെ. അപ്പോഴും നിങ്ങള് ഒരാളിനെ മുൻനിർത്തി നിങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിട്ട്. അപ്പൊ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോ അങ്ങേരെ അല്ലേ മുഖ്യമന്ത്രിയാക്കാനുള്ളത് തന്നെ? അല്ല, അങ്ങ് കേന്ദ്രത്തിലെ MP ഒക്കെ ആയിരുന്ന അങ്ങേര് പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരെ റെഡിയാക്കി, അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ കോളമാക്കി അങ്ങേരെ പിടിച്ച് നിങ്ങൾ മുഖ്യമന്ത്രിയാക്കിയ ഒന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് 102 പേരുണ്ട്. അടുത്ത വർഷം ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളടുത്ത് വരും. അയ്യോ, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേയാണ് മറിച്ചാണ്, നിങ്ങൾക്ക് എയറോപ്ലെയിനിൽ കയറി പോകാനുള്ള ടിക്കറ്റ് ഞങ്ങൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാലും വോട്ടിന് വേണ്ടി ഞങ്ങളെ മുമ്പ് വന്ന എന്റെ KPCC ഓഫീസിലെ അണ്ണ ഞങ്ങൾ മുണ്ട് വെക്കി കാണിക്കും. അതുകൊണ്ട് പാവം പിടിച്ച നേതാവിന്, നേതാവെന്നറിയാലോ, നിങ്ങൾ ആരെയാണോ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് നേരിട്ടത് അങ്ങേരെ പിടിച്ചാക്കണം. അല്ലാതെ ജനങ്ങളെ ഒരുമാതിരി മൂഞ്ചിക്കണ പരിപാടി ചെയ്യരുത് കേട്ടാ. നാണക്കേട്. 102 പേര് നിങ്ങൾക്ക് ജനങ്ങൾ തന്നിട്ട് കിടന്ന് ഇങ്ങനെ വിഴുപ്പലക്കണില്ലേ? അമ്മച്ചാണ് മഹാമോശം എന്ന് തുപ്പാൻ തോന്നുന്നു. സത്യം. നിനക്കൊക്കെ പോയി ചത്തൂടിയടാ. മോശമായിട്ട്. തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് നിന്നാ മതിയായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറിയ അഹങ്കാരത്തിന്റെ കുഴപ്പം വന്നപ്പോഴാണ് ജനങ്ങൾ മൊത്തത്തിൽ അങ്ങ് ഇളവിയത്. ഇപ്പൊ വലിച്ചോണ്ടിരിക്കുന്ന കണ്ട അതുപോലെ ഒരു 5 വർഷം കഴിഞ്ഞ് വരും. ഞങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ മുണ്ട് നോക്കി കാണിക്കും. അങ്ങനെ കാണിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആരെയാണോ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അങ്ങേരെ പിടിച്ചാക്കണം കേട്ടാ, മുഖ്യമന്ത്രിയാക്കണം. പറഞ്ഞ മനസ്സിലായ? അല്ലാതെ നിങ്ങൾ ഏത് ഹൈക്കമാൻഡ് പറഞ്ഞ് നിങ്ങൾ ചെയ്താലും ഹൈക്കമാൻഡ് ഞാനൊന്നും പറയണില്ല. ഹൈക്കമാൻഡ് ഒന്നും ഞാൻ പറയണില്ല. പറഞ്ഞ മനസ്സിലായ? ഹൈക്കമാൻഡ് ഇപ്പൊ എവിടെയെങ്കിലും ഉണ്ടാ? ഇല്ല. അതുകൊണ്ട് ഞങ്ങള് മിണ്ടായിരിക്കാനാണ് ഇപ്പൊ നേരത്തെ പറയാത്ത. എന്താ മിണ്ടായിരിക്കാൻ? പഹലകളെ ഇവിടെ ഭ്രാന്തികള് വരെയാണ്. ഇങ്ങനെ വിഴുപ്പലക്ക് കേരളത്തിന്റെ നാണം കെടുത്തരുത്. ഓ ശരി. അങ്ങനെ തീരുമാനിക്കണം. തീരുമാനിച്ചില്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ മുമ്പ് അവര് മുണ്ട് പൊക്കി കാണിക്കും. ഓർമ്മയിരിക്കട്ടെ. മൈൻഡ് ഇറ്റ്. ഓക്കെ? ശരി. Subscribe and follow me.